കാക്കും കരങ്ങളാൽ ഇന്നുവരെ നമ്മെ താങ്ങി നടത്തിയ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ, സകലത്തിനും ലാക്കും കാരണഭൂതനുമായ നമ്മെ, അതെ അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. സ്തോത്രം. നമ്മെ സ്നേഹിച്ച, നമ്മുടെ പാപങ്ങൾക്ക് തന്നെ തന്നെ പരിഹാരയാഗമായി അർപ്പിച്ച ദൈവപുത്രന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മൾ കർത്താവിനോട് ചോദിക്കാത്ത നന്മകൾ വരെ തന്ന് നമ്മെ പുലർത്തിയത് നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയുടെ ആധിക്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഇടവരട്ടെ. ഈ ഭൂമിയിലുള്ളതൊന്നും നമുക്ക് തന്നില്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ദത്തെടുത്ത് ദൈവത്തിന്റെ മക്കളും അവകാശികളും ആക്കി തീർത്തതോർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. നമ്മെ തേജസ്സിലേക്ക് നടത്തുന്ന നമ്മുടെ രക്ഷാനായകനെ, അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് മുൻപോട്ടും ജീവിതം കഴിപ്പാൻ നമ്മയെല്ലാം ദൈവം ശക്തീകരിക്കട്ടെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ ദൈവസിംഹാസനത്തെക്കുറിച്ച്, സ്വർഗത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കണ്ടു. സ്തോത്രം. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാകാതെയോ സംശയമായിട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല എന്ന് മനസ്സിലാക്കട്ടെ. സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം പാസ്റ്റർ ഒരു മിനിറ്റ്. നമ്മുടെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ അവന്റെ മുന്നിൽ ഒരു അഗ്നി നദി ഒഴുകുന്ന വായിക്കുന്നുണ്ടല്ലോ. അതും ഈ പളുങ്ക് നദി പോലെ സാങ്കല്പികമാണോ, അതോ മീൻസ് ആത്മീയമാണോ, അതോ റിയൽ ആണോ? അവിടെ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ മുൻപിൽ ഒഴുകുന്ന അഗ്നി നദി എന്നുള്ളത് തീർച്ചയായും അത് രൂപകം തന്നെയാണ്, പ്രതിരൂപാത്മകമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് പുരാതനനായ ദൈവത്തെ, മനുഷ്യപുത്രനായ ക്രിസ്തുവിനെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ദൈവിക ന്യായാസനങ്ങളെ സംബന്ധിച്ചും ന്യായവിധിയെ സംബന്ധിച്ചും ഉള്ള ഒരു പ്രയോഗമാണ്. ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത്. 9-ാമത്തെ വാക്യം. As I looked,
The thrones were set in place, and the Ancient of Days took his seat. His clothing was white as snow. The hair of his head was white like wool. His throne was flaming with fire, and its wheels were all ablaze. Next verse also. A river of fire was flowing, coming out from before him. Thousands upon thousands attended him. 10,000 times 10,000 stood before him. The court was seated, and the books were opened. ഉണ്ട്. ഇത് അതിൻ്റെ ഏതാണ്ട് 13 വരെയുള്ള അല്ലെങ്കിൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 9 തൊട്ട് 14 വരെ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ന്യായവിധിയുടെ ദർശനമാണ്. 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് വയോധികനായൊരുവൻ, പുരാതനനായവൻ, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. സ്തോത്രം. എന്നിട്ട് അവന്റെ സിംഹാസനം അഗ്നിജ്വാല. ദാനിയേലിനത് കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീ. 10-ാം വാക്യത്തിൽ ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി. ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തെയും പരമാധികാരത്തെയും ന്യായവിധിയുടെ അധികാരത്തെയും കാണിക്കുന്നതാണ്. ഇവിടുത്തെ അഗ്നി എല്ലാം തന്നെ ഒന്ന് കർത്താവിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. വെളിപ്പാട് 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് കാണാമല്ലോ. അപ്പോ ചില മുത്തുകളും രത്നങ്ങളുമൊക്കെ തീ നിറമുള്ളതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വ ദർശനമാണ് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന സിംഹാസനം അഗ്നിജ്വാല, അതുപോലെ അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. നമുക്കറിയാം, രഥചക്രങ്ങൾ കത്തുന്ന തീ എന്നത് അക്ഷരീയമായി നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് നമ്മൾ പ്രതീകമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. കർത്താവിൻ്റെ മഹത്വത്തെ, തേജസ്സിനെ, അധികാരത്തെ, ഇവിടെ ന്യായവിധി ആയതുകൊണ്ട് അവൻ്റെ ഭയങ്കരത്വത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പളുങ്ക് നദിയല്ല, എന്നാൽ പ്രതിരൂപകമായിട്ട് നമുക്കിവിടെ കർത്താവ് ന്യായവിധി നടത്തുന്നതിനെയാണ് കാണാൻ സാധിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. 12-ാമത്തെ വാക്യത്തിൽ മഹാപീഡനകാലത്ത് തന്നെ എതിർക്രിസ്തുവിനെയും അവന്റെ സിംഹാസനത്തെയും ന്യായം വിധിക്കുന്നത് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതാണ് അവിടുത്തെ അഗ്നി നദി എന്നതിൻ്റെ അർത്ഥം. അപ്പം ആ അഗ്നി നദിയുമായിട്ട് നദി എന്ന നിലയിലും ദൈവസന്നിധിയിൽ ഉള്ളതെന്ന നിലയിലും നമുക്കതിനെ താരതമ്യപ്പെടുത്താം. എന്നാൽ അതിൻ്റെ സ്വഭാവം വെച്ച് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ ബസ്, താങ്ക് യു. മറ്റെന്തെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്ത് നിന്ന് ശരി എങ്കിൽ നമുക്ക് വെളിപ്പാട് 21, 22 അധ്യായങ്ങളിലേക്ക് വീണ്ടും പോകാം. 22-ന്റെ 1 തൊട്ട് 1, 2, 3 നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ.
Then the angel showed me the river of the water of life, as clear as crystal, flowing from the throne of God and of the Lamb, down the middle of the great street of the city. On each side of the river stood the tree of life, bearing 12 crops of fruit, yielding its fruit every month. And the leaves of the tree are for the healing of the nations. No longer will there be any curse. The throne of God and of the Lamb will be in the city, and his servants will serve him. നാം ഇത് ഇപ്പോൾ പല പ്രാവശ്യം വായിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഹിയർ കംസ് ദ ഇൻവേർഡ് വിഷൻ ഓഫ് ദ ന്യൂ ജെറൂസലേം. പുതിയ യെരുശലേമിന്റെ ആന്തരികമായ ദർശനമാണുള്ളത്. We have seen the exterior of New Jerusalem from 21, chapter 21, verses from 9 following. 21-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പുതിയ യെരുശലേമിന്റെ ബാഹ്യചിത്രം കണ്ടു. അതിന്റെ 22 തൊട്ടുള്ള വാക്യങ്ങളിൽ, chapter 21 verses from 22, we have the interior description or the vision of the interior of the city of New Jerusalem. 21-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പുതിയ യെരുശലേമിന്റെ അകത്തെ ദർശനമായിട്ട് കാണാൻ പറ്റും. അകത്തെ ദർശനമായിട്ട്. അതിൽ നമ്മൾ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്ന്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭൗതികമായ യാതൊന്നും ആയിരിക്കില്ല. സ്തോത്രം. വീഥിയുടെ നടുവിൽ 22-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ് വീഥിയുടെ നടുവിൽ നാം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തെ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ അവിടെയാണ് നാം കാണുന്നത് ത്രൂ ദ മിഡിൽ ഓഫ് ദ ബ്രോഡ് വേ ഓഫ് ദ സിറ്റി. ഏതായാലും നഗരത്തിന്റെ നടുവിൽ ഇത് രണ്ടും ഒരുമിച്ച് യോഹന്നാൻ കാണുന്നതായി നമുക്ക് മനസ്സിലാക്കിയ തെറ്റില്ല. We can take both of them as John seeing in the middle of the street. In the middle of the street. 2 or 3 things together we can say the throne of God, wherefrom the river of life proceeds. Okay. Then this particular tree of life in the middle of the broad way, in the middle of the broad way. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഥിയുടെ നടുവിലായിട്ട് ഈ 3 കാര്യങ്ങളെയും കണ്ടതായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളും കൂടെ വന്നാട്ടെ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. രണ്ടാമത് പളുങ്കുപോലെ പുറപ്പെടുന്ന ജീവജല നദി. 3 ട്രീ ഓഫ് ലൈഫ്.
ട്രീ ഓഫ് ലൈഫ്, യാ, ജീവവൃക്ഷം. സ്തോത്രം. ജീവവൃക്ഷം. ജീവവൃക്ഷങ്ങൾ എന്ന് പറയുന്നതും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇന്നലെയും കണ്ടു, ഒന്നിലധികം വൃക്ഷങ്ങൾ അവിടെ ഉണ്ടെന്ന്. സ്തോത്രം. ഏതായാലും ഇതെല്ലാം തന്നെ നമുക്ക് ഒറ്റ വാചകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഥിയുടെ നടുവിൽ എന്നാണ്. വീഥിയുടെ നടുവിൽ. സ്തോത്രം. അപ്പോ വീഥിയുടെ നടുവിൽ എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. സ്തോത്രം. കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ, അല്ലെങ്കിൽ ദ സെൻട്രൽ തീം, കേന്ദ്ര വിഷയം എന്ന നിലയിൽ നമുക്കിവയെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. കാണുവാൻ സാധിക്കും. എന്നിട്ടാണ് നമ്മൾ ജീവജല നദിയെക്കുറിച്ച് വി ഹാവ് സീൻ ഓൾറെഡി അബൌട്ട് ദ റിവർ ഓഫ് ലൈഫ്, and just as pearls or the throne of the Father and the Son, so all those things we have already dealt with. And therefore we will just look into verse number 2. നദിക്ക് എന്ന് വെച്ചാൽ ഒന്നാം വാക്യത്തിൽ പറഞ്ഞ ജീവജല നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. So the tree of life, they are on the both sides of this river. നമുക്ക് അക്ഷരീയമായ ജീവവൃക്ഷം അവിടെ ഉണ്ട് എന്നുള്ളത് ഗ്രഹിക്കാം. ഉണ്ടെന്നത് തന്നെയാണ് സത്യം. എന്നാൽ അവിടെ ജീവവൃക്ഷം എന്തിന്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കുന്നതായിരിക്കും കൂടുതൽ യുക്തം. അതിനുശേഷം നമുക്കതിൻ്റെ അക്ഷരീയമായ നിലയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. അവിടെ നാം കാണുന്നത് the middle of his street and on either side of the river was the tree Zulon, Xulon in Greek, of life, of life. ഗ്രീക്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കാതെയാണ് ട്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പല വൃക്ഷങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു അനാലജി, അല്ലെങ്കിൽ ഈ ഒരു വിഷൻ, ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ച യോഹന്നാൻ നമുക്ക് തരുന്നതിന് ഒരുപക്ഷെ 2 പഴയ നിയമ പശ്ചാത്തലങ്ങളുണ്ട് എന്നത് നമുക്കറിയാമായിരിക്കും. 2 പഴയ നിയമ പശ്ചാത്തലങ്ങൾ. അതിലൊന്ന് നമുക്കേറെ അറിയാവുന്ന കാര്യമാണ്. എവിടെ? ഏദനിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് 2:9 വാക്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ജീവവൃക്ഷത്തെക്കുറിച്ച് നമുക്ക് കാണാം. 3-ാമത്തെ അധ്യായത്തിലും നമുക്കതേ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മറ്റൊന്ന് അറിയാമായിരിക്കുമല്ലോ. യെഹെസ്കേൽ 47-ാമത്തെ അധ്യായത്തിലാണ്. അവിടെയാണ് ഇതുമായിട്ട് കൂടുതൽ സാമ്യമുള്ള കാര്യം. അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 47:12 എസേക്കിയേൽ.
യഹെസ്കേൽ. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. സ്തോത്രം. ഏതാണ്ട് ഇതേ കാര്യമാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യമാണ്, ഇതേ കാര്യമെന്ന് പറയുന്നില്ല, ഇതുപോലെയുള്ള കാര്യമാണ് നാം വെളിപ്പാട് 22 കാണുന്നത്. അവിടെ പുറപ്പെടുന്ന നദി ഏതാണെന്ന് നമ്മൾ ഇന്നലെയും പറയുകയുണ്ടായി. റിവർ ഫ്രം എവിടെ നിന്നാ? From the throne of God. സ്തോത്രം. അപ്പം 47 അധ്യായം യഹെസ്കേലിൽ പറയുന്ന നദിയും ജീവവൃക്ഷവും വൃക്ഷങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളുമൊക്കെ ഒരുപക്ഷെ യോഹന്നാൻ ഇവിടെ പറയുന്നതുമായി വളരെയധികം സാമ്യമുള്ളതാണ്. ചിലർ രണ്ടും ഒന്നാണെന്നും കൂടെ ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം. 47 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഉമ്മരപ്പടിയുടെ കീഴേ നിന്നു വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. So Ezekiel chapter 47, there also we see a river. So that proceeds from the very temple. എന്നിട്ടാണ് നമുക്ക് പാട്ടിലും പ്രസംഗത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത തരത്തിൽ ആ നദിയുടെ പ്രവാഹം വർദ്ധിച്ചതായിട്ടൊക്കെ. വി ഓഫൻ സ്പീക്ക്, പ്രീച്ച്, pray about this river as it was eventually increasing. അപ്പം ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു നദി ഇങ്ങനെ അതിലെ വെള്ളം പൊങ്ങി പോയതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ നദിയുടെ ഇരുകരയിലുമായിട്ടാണ് അനവധി വൃക്ഷം. 47 7-ാമത്തെ വാക്യം 47:7. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടോ? അനവധി വൃക്ഷം. എന്നിട്ടാണ് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ, ഇന്നലെ നമ്മൾ 8-ാം വാക്യം പറഞ്ഞു വിട്ടിരുന്നു, ഈ വെള്ളം ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ, 9-ാമത്തെ വാക്യത്തിലുണ്ട്, ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇവിടെ ഈ നദി എല്ലായിടത്തും ചെല്ലുന്നതായിട്ടോ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാറ്റിനും ജീവൻ കൊടുക്കുന്നതായിട്ടോ നാം കാണുന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ നദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് വിശദീകരിക്കാതെ അവിടെ നിന്നും പോവുക. ഇത് ഇസ്രായേലിൽ കൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ അവിടുത്തെ അക്ഷരീക ജലാശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സഹസ്രാബ്ദത്തിൽ അത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ വേദപുസ്തക പ്രവചനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, some of the biblical prophecies, they have multiple
fulfillments, multiple fulfillments. Some may be very immediate and some may be partial, but the fullest fulfillment will be awaited in the future. So many prophecies in the scriptures have multiple fulfillments. ബൈബിളിലെ പല പ്രവചനങ്ങൾക്കും ഒന്നിലധികം അല്ലെങ്കിൽ പല തരത്തിലോ പല വിധത്തിലോ ഉള്ള പൂർത്തീകരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നാം ഇപ്പോൾ കാണുന്നത്. അതായത് യെഹെസ്കേലിൽ കണ്ട അല്ലെങ്കിൽ യെഹെസ്കേല് കണ്ട നദി, അത് ഇസ്രായേലിൽ അക്ഷരികമായി സഹസ്രാബ്ദ കാലത്ത് സംഭവിക്കുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടെ ആ നദി പൊങ്ങി വരുന്നതുമൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ യെഹെസ്കേല് കാണുന്നത് നമ്മൾ കണ്ടുവല്ലോ, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പം ഇനിയും ജീവവൃക്ഷമായിട്ട് തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേതെടുത്താലും ഒന്നല്ല ഒന്നിലധികമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നിലധികമുണ്ട്. അപ്പൊ ഈ 2 ഇടത്തു നിന്നാണ്, ഉൽപ്പത്തിയിൽ നിന്നും യെഹെസ്കേൽ 47 നിന്നും ആണ് ഇതിനു മുമ്പ് ഇതിന് സമാനമായ പരാമർശം നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ 2 ഭാഗങ്ങൾ, അതിൽ നാം ഉൽപ്പത്തിയിലേക്ക് പോകുന്നെങ്കിൽ നമുക്കവിടെ വീണ്ടും ഒരു താരതമ്യം ചെയ്യാം. ഉൽപ്പത്തിയിലെ ജീവവൃക്ഷം മനുഷ്യനിൽ നിന്ന്, പ്രത്യേകിച്ച് പാപം ചെയ്ത മനുഷ്യനിൽ നിന്ന് മറച്ച് അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ടിരുന്നു. അഥവാ മനുഷ്യന് ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള പ്രവേശനം വിലക്കപ്പെട്ടിരുന്നു, നിഷിദ്ധമായിരുന്നു. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് ഇവിടെ പറുദീസയിൽ, സ്വർഗീയ പറുദീസയിൽ, പുതിയ യെരുശലേമിൽ അവിടെ വിലക്കുകൾ ഒന്നുമില്ല. സ്തോത്രം. മറ്റൊരു കാര്യം, ഏദനിൽ നമ്മുടെ അറിവ് വെച്ച് ഒരു ജീവവൃക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുകരയിലും ജീവവൃക്ഷമുണ്ട് എന്നാണ്. ഇരുകരയിലും. അപ്പോൾ ഒന്നിലധികമുണ്ട്. ഉൽപ്പത്തിയിൽ മനുഷ്യന് വിലക്കപ്പെട്ടത് ഇവിടെ പുതിയ യെരുശലേമിൽ ഔദാര്യമായി നൽകപ്പെടുന്നു. സ്തോത്രം. നൽകപ്പെടുന്നു. അതും പിശുക്കായിട്ടല്ല. സ്തോത്രം. ഏദനിൽ ഒരു വൃക്ഷമായിരുന്നെങ്കിൽ പുതിയ യെരുശലേമിൽ ഒന്നിലധികം ധാരാളം വൃക്ഷങ്ങൾ നമുക്ക് കാണാം. ഏദനിൽ അവിടെ അക്ഷരീയമായ ഒരു നദിയുടെ ഒരുപക്ഷെ കരയിലായിരുന്നിരിക്കാം. ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു 4 ശാഖകളായി പിരിഞ്ഞൊഴുകി. അതിലേതെങ്കിലും ഒരു ശാഖയുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കാം
ഈ ജീവവൃക്ഷം, ഏദനിലെ ജീവവൃക്ഷം അതിനാവശ്യമായ ഭക്ഷണവും വെള്ളവുമൊക്കെ വലിച്ചെടുത്തിരുന്നത്. എന്നാൽ ഇവിടുത്തേതോ ശുദ്ധമായ, ശുഭ്രമായ, പളുങ്കിനൊത്ത ജീവജല നദിയിൽ നിന്ന് എപ്പോഴും ഈ ജീവവൃക്ഷങ്ങൾ, ഇരുകരയിലും നിൽക്കുന്ന വൃക്ഷങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം. പരിപോഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ അക്ഷരീകതയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം, അവിടുത്തെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. Certainly, this may be a literal scene when we reach over there. Literal scene. But more than those literal things, we should understand the underlining meaning of this. Whether it is about the river of life, river of the water of life, or it is about the tree of life. The connotation is very specific and very loud. സ്തോത്രം. ഇതിനിപ്പം ജീവനദിയാകട്ടെ, ജീവവൃക്ഷമാകട്ടെ, അക്ഷരീയമായിട്ട് അവകൾ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ അക്ഷരീയതയേക്കാൾ നമുക്ക് ഊന്നൽ കൊടുക്കേണ്ടത് അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥത്തിനാണ്. എന്താ ഇവിടുത്തെ ജീവവൃക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രധാനമായിട്ടുമുള്ള അർത്ഥം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അക്ഷരീയമായ വൃക്ഷവും ഫലവും ഉണ്ട്, അതവിടെ തൽക്കാലം നിൽക്കട്ടെ. തെറ്റിയാലും സാരമില്ല, നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിച്ചു പോകാൻ വേണ്ടി ഒരു പ്രതികരണത്തിന് ചോദ്യം ഇട്ടെന്നേ ഉള്ളൂ. അതോ അക്ഷരീയമായിട്ടൊരു വൃക്ഷവും അതിൻ്റെ ഫലവും ഉണ്ട് എന്ന് മാത്രം ചിന്തിച്ച് നമുക്ക് പോയാൽ മതിയോ? ആരും ഒന്നും അനങ്ങുന്നില്ലേ? ഞാൻ ഇതിനെ ഈ രണ്ട് രീതിയിലും മനസ്സിലാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അക്ഷരീയമായിട്ട് അവിടെ ജീവവൃക്ഷം ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജീവവൃക്ഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് എല്ലായ്പ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും. അതിൽ ഫലമില്ലാത്ത സമയം ഇല്ല എന്നർത്ഥം. അതിൻ്റെ പഴവും, അതായത് അതിൻ്റെ ഫലവും അല്ലെങ്കിൽ കായ്കനികളും ഇലയും വരെ പ്രയോജനകരമാണെന്നും നാം കാണുന്നു. സ്തോത്രം. പ്രയോജനകരമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ അക്ഷരീയമായ അർത്ഥങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതിനൊരു സംശയമോ മാറ്റമോ വേണ്ട. സ്തോത്രം. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ആത്മീയ അർത്ഥം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈവൻ ഭൗതിക നിലകളിൽ പോലും നോക്കിയാലും
പുതിയ യെരുശലേമിൽ സ്വർഗത്തിൽ നമുക്ക് ജീവന്റെ നിറവ് അനുഭവിക്കുവാൻ സാധിക്കും. ജീവന്റെ സമൃദ്ധി നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന ജീവന്റെ പേര് തന്നെ നിത്യജീവൻ. നിത്യജീവൻ. മറ്റൊന്ന് ദൈവത്തിന്റെ സമൃദ്ധിയായ ജീവൻ. സമൃദ്ധിയായ ജീവൻ. സ്തോത്രം. കർത്താവ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. സ്തോത്രം. സമൃദ്ധമായ ജീവൻ. ഇവിടെ ഈ ജീവന്റെ ഉറവിടം ദൈവം തന്നെയാണെന്ന് ആവർത്തിച്ചു പറയുന്നു. ഈ ജീവന്റെ ഉറവിടം ദൈവം. അപ്പോൾ തന്നെ ദൈവം ആ ജീവൻ മനുഷ്യനിലേക്ക് പകരുന്നതിന് വേണ്ടി ജീവജല നദിയും ജീവവൃക്ഷവും കൂടെ ഉള്ളതായിട്ട് നമ്മോട് പറയുന്നു. അപ്പോൾ ആ ജീവന്റെ സമൃദ്ധിയാണ്, ജീവന്റെ തുടിപ്പാണ്, ജീവന്റെ നിറവാണ് ഇവിടുത്തെ ഒന്നാമത്തെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥം. നമുക്ക് വീണ്ടും അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ വൈവിധ്യതയാണ്, ഡൈവേഴ്സിറ്റി. നാം അവിടെ കാണുന്നുണ്ട്, ഇറ്റ് ബ്രിങ്സ് ഫോർത്ത് മെനി സോർട്സ് ഓഫ് ഫ്രൂട്ട്. മെനി സോർട്സ് ഓഫ് ഫ്രൂട്ട്, മേ ബി 12 sorts, suited to the refined state of all the saints. വൈവിധ്യത. സ്തോത്രം. മനുഷ്യഭാഷയിൽ പറയട്ടെ, ഒരേ കാര്യം തന്നെ എത്ര നല്ലതായാലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറാകും, അല്ലേ? മാനുഷിക ഭാഷയിലാണേ പറയുന്നത്. സ്തോത്രം. സ്കൂളിലൊക്കെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ പീരീഡിന് ഇത്ര മിനിറ്റ് എന്നുണ്ട്. അതിനുശേഷം ഒരു റീസസ് അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ഉണ്ട്, ഒരു ഇടവേള കൊടുക്കും. അതുപോലെ തന്നെ സ്കൂളിൽ വിഷയങ്ങൾ ഓരോ പീരീഡിലും വേറെ വേറെ വിഷയങ്ങളാണ്. നമ്മുടെ വീട്ടിലും പ്രത്യേകിച്ച് മലയാളികളായ നാം പലതരം കറികളില്ലാതെ ഭക്ഷണം കഴിക്കുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ ഉള്ളവരായാലും ശരി കാണാറുണ്ട്, ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി അച്ചാറ് കിട്ടിയാൽ കൊള്ളാം, ഒരു ഉള്ളിയെങ്കിലും കിട്ടിയാൽ കൊള്ളാം, ഒന്നുമില്ലെങ്കിൽ ഒരു 3-4 പച്ചമുളകെങ്കിലും എടുത്ത് കടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവരെ ഭക്ഷിക്കും. ഒരു മാറ്റം, ഒരേ കാര്യം തന്നെ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രമം. മാനുഷഭാഷയിൽ ഞാൻ അതിനെ ഇവിടെ പറയുന്നു. അങ്ങനെ പോലും നമുക്ക് സ്വർഗത്തിൽ ഒരു മുഷിച്ചിലുണ്ടാവില്ല. കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ രാജ്യത്തിൽ മുഷിച്ചിലുണ്ടാകാതെ പുതുമ എല്ലായ്പ്പോഴും നമുക്കവിടെ പുതുക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് എന്ന് ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു ചിത്രീകരണം നമ്മെ പഠിപ്പിക്കുന്നു. ദിസ് ഈസ് എ സെക്കൻഡ് ലെസൺ വി ക്യാൻ ലേൺ ഫ്രം ഹിയർ. We become dull if we will continue in a single thing
whether it is food or even spiritual food. If we have something more often, people get bored. They need, or they shout for a change. The same had happened with Israelites also in Numbers chapter 11. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്കും അതാണ് സംഭവിച്ചത്. ഈ മന്ന അല്ലാതെ വേറെ എന്തോ ഉണ്ട്. ഒരേ ഭക്ഷണം കഴിച്ച് ഇവരങ്ങ് മടുത്തു. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, മാനുഷഭാഷയിൽ ഞാൻ പറയുകയാണ്, സ്വർഗത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും ആരും ബോറാകത്തില്ല. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു സർവാംഗ സുന്ദരനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. ആ കർത്താവിൻ്റെ മഹൽ സാന്നിധ്യം. അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ ചെല്ലുന്നവർക്ക് എന്തെങ്കിലും ടൈം പാസ് വേണമെന്നില്ല. ആരും ടൈം പാസ് ചെയ്യാൻ പോകില്ല. എങ്കിൽ കൂടെ മാനുഷികമായിട്ട് പറയുന്നു, സ്തോത്രം, ഒരു മുഷിച്ചിലുമില്ലാതെ നിരന്തരം പുതുമയോടുകൂടെ തന്നെ, ആ പുതുമ നഷ്ടപ്പെടാതെ ഒരിക്കലും അവസാനിക്കാത്ത ഭാവി യുഗങ്ങൾ മുഴുവനും നിൽക്കുവാൻ കഴിയുന്നൊരവസ്ഥ. അതാണ് ഓരോ മാസവും വിവിധ തരം ഫലം അത് പുറപ്പെടുവിക്കുന്നു. സ്തോത്രം. ഓക്കെ, വിവിധ തരം. മറ്റൊന്നാണ് നാം അവിടെ കാണുന്നത്, ഇറ്റ് ബ്രിങ്സ് ഫോർത്ത് ഫ്രൂട്ട് ഓൾവേസ് ഓർ എവർ. ദർ ഈസ് നോ fruitlessness. There is no even a fraction of a moment we will not be doing or bringing fruit for the Lord. ഇപ്പോൾ സ്വർഗം ഫലപ്രദമല്ലാത്ത ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല. ഇവിടെ ചുമ്മാതിരിക്കുന്ന ഒരു നിമിഷവും ഇല്ല. അവിടെ നമ്മൾ കാണുന്നത്, ഇറ്റ് ബ്രിങ്സ് ഫോർത്ത് ഫ്രൂട്ട് അറ്റ് ഓൾ ടൈംസ്. ഓൾ ടൈംസ്. അതാണ് നാം അവിടെ കാണുന്നത്. എ തേർഡ് തിങ്, as Matthew Henry says, it is, this fruit is not only pleasant, it is wholesome. It's not only pleasant, it is wholesome. കാണാനും തിന്നാനുമൊക്കെ ഈ പഴം, ഈ ഫലം നല്ലതാണ് എന്ന് മാത്രമല്ല, അത് ഭക്ഷിക്കുന്നവർക്ക് പൂർണ്ണത കൈവരിപ്പാനും കൂടെ ഉതകുന്നതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവിടെ എത്തുന്ന ആർക്കും പൂർണ്ണരാകാൻ അവിടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ആവശ്യവുമില്ല, ഈ ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഇവിടെ നമുക്ക് മനസ്സിലാക്കത്തക്കതുപോലെ നമ്മൾ പറയുകയാണ്, ഈ പഴം ഭയങ്കര സ്വാദിഷ്ടമായിരിക്കും. അതിൻ്റെ സ്വാദൊന്നും നമുക്കിവിടെ ഒന്നിനോടും ഉപമിക്കുവാൻ കഴിയാത്തതാ. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഓൺലൈനിൽ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അപ്പോഴാണ് അവിടെ വാഴക്കൂമ്പ്
ഇവിടെ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഏതാണ്ട് പകുതി വിലയ്ക്ക് കിട്ടുന്നു വാഴക്കൂമ്പ്. ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ കണ്ടു. എന്നാൽ പിന്നെ അങ്ങനെ കിട്ടാത്ത സാധനമല്ലേ, നല്ലതുമാണല്ലോ എന്ന് കരുതി ഒരെണ്ണം വരുത്തി. ഒരു കൊച്ച് കൂമ്പ്. നമുക്കിവിടെ തേങ്ങ കൃഷിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച് വെച്ചിരുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ തേങ്ങായും കൂടെ എടുത്ത് നല്ല സ്വാദാകട്ടെ എന്ന് കരുതി എൻ്റെ ഭാര്യ രുചികരമായിട്ട് സാധനമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ചില കുഞ്ഞുങ്ങൾ വന്നിവിടെ ഞങ്ങൾക്കൊപ്പമുണ്ട്. എന്നാൽ പിന്നെ ഇതും കൂടെ വെന്തിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കാത്തിരുന്നു. വലിയ കാര്യത്തെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ കഴിച്ചിട്ട് വായിൽ വെക്കാനൊക്കത്തില്ല. ഇന്ന് ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു കുടുംബത്തെ കണ്ടു. ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്ന വഴി അവര് വാങ്ങിച്ച വാഴക്കൂമ്പിനെ കുറിച്ച് പറഞ്ഞു. അവര് ഓൺലൈനിലല്ല, ഓഫ്ലൈനിൽ നേരിട്ട് കണ്ട് ഞാൻ കൊടുത്ത വിലയുടെ ഏതാണ്ട് ഡബിൾ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസത്തേക്കാകട്ടെന്നും പറഞ്ഞ എല്ലാം കൂടെ വെച്ചെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ കയ്പ് എടുത്ത് കളഞ്ഞു. അപ്പോഴാണ് ആ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്, നാട്ടിലുള്ള അവരുടെ അമ്മ പറഞ്ഞത്രേ, ഇത് കഴിക്കുമെങ്കിലും കളയരുത്, ഔഷധമാണെന്ന്. വാഴക്കൂമ്പ് കഴിക്കുമെങ്കിലും അത് കളയരുത്, കഴിച്ചോണം, ഔഷധമാണ്. I think it is called banana flower, no? Yeah. So says, even if it is bitter, just have it because it is medicinal. Even the bitter ground we eat. പാവയ്ക്കായി നമ്മൾ കഴിക്കാറുണ്ട്. അത് പിന്നെ അത് അങ്ങനെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല, ആ കയ്പങ്ങ് കഴിക്കും. എന്നാൽ ഇതൊന്നും അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് കഴിക്കാൻ പ്രയാസമാണ്. So it is bitter, but says have it because it is medicinal. But it's not something true with the fruit of the tree of life. It is so pleasant. Not only pleasant, it is wholesome. It can make the eaters whole. That means it is medicinal. It is medicinal, but not something tasteless, but so pleasant. ഇപ്പൊ കയ്പുള്ളതാ, നല്ലതാണ്, കഴിച്ചോ എന്നും പറഞ്ഞ് ഔഷധവീര്യമാണെന്ന് ചിന്തയോടെ കയ്പുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ല ജീവവൃക്ഷത്തിന്റെ ഫലം. അത് കഴിക്കാൻ ഏറെ നല്ലതാ, സ്വാദിഷ്ടമാ. എന്നാൽ അതിന് സ്വാദ് മാത്രമല്ലുള്ളത്, അത് സൗഖ്യദായകവും ജീവദായകവും ആരോഗ്യദായകവും ഒക്കെയാണെന്ന് യെഹെസ്കേലിലും ഇവിടെയും നാം കാണുന്നു. ജീവവൃക്ഷം. സ്തോത്രം. ഈ ജീവവൃക്ഷം പ്രതിനിധീകരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് നിത്യജീവനെയാണ്. നാം ഏദനിൽ കാണുന്നു, പാപം ചെയ്ത മനുഷ്യനെയും കൈനീട്ടി ഈ ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ പറിച്ചു തിന്ന് ഇപ്പോൾ അവനായിരിക്കുന്ന അതേ അവസ്ഥയിൽ തുടരാതിരിക്കേണ്ടതിന്. സ്തോത്രം. ചോദ്യം,
Is it a necessity or a necessary thing in the city of God? ഈ ജീവവൃക്ഷം അതിൻ്റെ ഫലവും ആ ഫലം തിന്നുന്നതുമൊക്കെ പുതിയ യെരൂശലേമിൽ ദൈവത്തിന്റെ നഗരത്തിൽ അത്യാവശ്യമാണോ? സ്തോത്രം. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമല്ലേ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവന്റെ വൃക്ഷം തിന്മാൻ കൊടുക്കും. അതെ, അതൊരു അവകാശമോ? അധികാരമുള്ള അവകാശമോ? ഇതൊരു ആവശ്യമാണോ നിത്യതയിൽ? വേണ്ട, ആവശ്യമില്ല. അവിടെ ഭക്ഷിപ്പാൻ ആഹാരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ആവശ്യമില്ല. ഇത് ആവശ്യമാണോ? നമുക്ക് ഭക്ഷിക്കാം, പക്ഷേ ഭക്ഷിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ല, അതിന് ആവശ്യമില്ലെങ്കിൽ അടുത്ത വാക്യത്തിന് ഉത്തരം കിട്ടണ്ടായോ? അതിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക്. എന്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ കിടക്കുന്നു. അതെ അതെ, ഓർമ്മയുണ്ട്. നമ്മുടെ നാട്ടിലെ തെങ്ങിനെ കൽപ്പവൃക്ഷമെന്നാ വിളിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒന്നും കളയാനില്ല. കൽപ്പത്തരു. എവ്രിതിങ് ഈസ് യൂസബിൾ, നത്തിങ് ടു വേസ്റ്റ്. The same way it is wholesome. But the question whether it is a necessity in eternity or not. നിത്യതയിൽ ഈ ജീവജല നദിയെന്ന് പറയുന്ന ആ വെള്ളത്തിൻ്റെയോ ജീവവൃക്ഷമെന്ന് പറയുന്ന ഈ ഫലങ്ങളുടെയോ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും അടുത്ത വാചകത്തിലുണ്ട്, അതിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. അതും പറഞ്ഞങ്ങ് വിട്ടേക്കാം. തെറാപ്പി എന്ന് പറയുന്ന പദം നമുക്കൊക്കെ ഇന്നറിയാം. ആ തെറാപ്യൂട്ടിക്, ആ തെറാപ്പിയോ എന്ന ഒരു മൂലവാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സൗഖ്യം എന്ന് മാത്രമല്ല, ആരോഗ്യമെന്നും കൂടെയുണ്ട്. ആരോഗ്യം എന്നും കൂടെയുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ജാതികളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ മെഡിസിനലായിട്ട് നമ്മൾ എസെക്കിയേൽ 47:12 അത് കാണുകയുണ്ടായി. സ്തോത്രം. അവിടെ നാം കാണുന്നത് തെരൂപ്പ, TERUPA, തെരൂപ്പ, from the root word roop, RUP, to make small as in medical powder or foam. റാഫ, യഹോവ റാഫ എന്ന പദം നമുക്ക്, ആ പേര് നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഈ തെരൂപ്പ ഗ്രീക്കിലാണത്, അല്ലെങ്കിൽ എബ്രായ ഭാഷയിലും നാം അതിനെ കാണുന്നത് തെരൂപ്പ അല്ലെങ്കിൽ റാഫ എന്നാണ്. റാഫ. ഗ്രീക്കിലേക്ക് അത് വരുമ്പോൾ കാണുന്നത് ഹൈബേയ എന്നാണ്. HYBIEIA.
HYBIEIA. ഹൈജീസ് എന്നൊക്കെ നാം അതിനെ തർജ്ജിമ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം സൗണ്ട്നെസ്, ആരോഗ്യമെന്ന. സൗഖ്യം എന്നതിനേക്കാൾ ആരോഗ്യമെന്നാണ് അതിന്റെ അർത്ഥം. യെഹെസ്കേല് പറഞ്ഞത് 1000 ആണ്ട് വാഴ്ചയിലെ കാര്യമാണ്. യെഹെസ്കേൽ 47 നമ്മൾ വായിച്ചത് 1000 ആണ്ട് വാഴ്ചയിലെ കാര്യമാണ്. ഇവിടുത്തെ അർത്ഥം യൂണിവേഴ്സൽ സാൽവേഷൻ. Universal salvation is different from the universalism, the heretical teaching of universalism. Okay, it's different from. Universal salvation means it's the salvation experience, or the eternity with God is not only for the Jews, but it is open even for the Gentiles. ഇവിടെ പറയുന്ന ജെന്റൈൽസ് ആരാണെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോൾ ഈ ജീവവൃക്ഷത്തെയും അതിന്റെ ഇലയെയും കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജാതികളുടെ ആരോഗ്യത്തിന് ഇത് ഉതകും. 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് യെഹെസ്കേൽ കണ്ടത്. അത് പുതിയ യെരുശലേമുമായും പുതിയ വാനഭൂമികളുമായും ബന്ധപ്പെടുത്തി യോഹന്നാനും പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനോ ജാതികൾക്ക് ആരോഗ്യം ലഭിക്കുന്നതിനോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഭൗതിക വസ്തുക്കളുടെ മാധ്യമം അല്ലെങ്കിൽ ഈ ഭൗമിക മാധ്യമങ്ങളുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളതായിരുന്നു. ഈ ഭൗമിക മാധ്യമങ്ങൾ ഒന്നും കൂടാതെ തന്നെ ദൈവം ദാനമായി നമുക്ക് നിത്യജീവൻ നൽകുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത് ആവശ്യമായതാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഈസ് ഇറ്റ് എ നെസസിറ്റി? എന്നാൽ ദൈവം അത് അവിടെ നൽകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഏദനിൽ വിലക്കപ്പെട്ടത്, ആദമിന് വിലക്കപ്പെട്ടത് നമുക്ക് നിത്യതയിൽ സമൃദ്ധമായി നൽകപ്പെടുന്നു. സ്തോത്രം. ഏദനിലെ അക്ഷരീയമായ കാര്യങ്ങളുടെ വളരെ സമ്പൂർണമായ ആത്മീയ ചിത്രം നമുക്കിവിടെ വെളിപ്പാടിൽ കാണാം. അക്ഷരീയമായ ഏദനെ നനയ്ക്കേണ്ടതിന് ഒരു നദി പുറപ്പെട്ട് 4 ശാഖകളായി പിരിഞ്ഞൊഴുകി. എന്നാൽ ആ അക്ഷരീയമായ ഒഴുക്കിന് പകരം ഇവിടെ നമുക്ക് പുതിയ യെരുശലേമിൽ ദൈവസിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ജീവജല നദിയെ പളുങ്കിനൊത്തതുപോലെ കാണുവാൻ സാധിക്കുന്നു. ഏദനിൽ ഒരു ജീവന്റെ വൃക്ഷം ആയിരുന്നെങ്കിൽ ഇവിടെ ധാരാളമായിട്ട് കാണാം. ഏദനിലെ ജീവവൃക്ഷത്തെ മനുഷ്യനിൽ നിന്നും
മാറ്റി നിർത്തിയെങ്കിൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ അതിൽ നിന്ന് ഭക്ഷിക്കാം. മനുഷ്യന് ഏദനിൽ വിലക്കപ്പെട്ടത് ഒരു വിലക്കുകളുമില്ലാതെ ക്രിസ്തുവേശുവിലൂടെ സകല മനുഷ്യർക്കും ആർക്കു വേണമെങ്കിലും ലഭ്യമാകുന്ന ചിത്രം നമുക്കിവിടെ കാണാം. അത് ഏറെ നല്ലതെന്നു മാത്രമല്ല, അത് പരിപൂർണത, സിദ്ധത, തികവ്, നിറവ്, കംപ്ലീഷൻ, പെർഫെക്ഷൻ നൽകുന്നതും കൂടെയാണ്. അത് ജാതികൾക്ക് പോലും രോഗസൗഖ്യത്തിന് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ആരോഗ്യത്തിന് കാരണമാകുന്നതാണ്. പഴം മാത്രമല്ല, ഇലയും അത്രയ്ക്ക് നല്ലത്. കാരണം അത് നിൽക്കുന്നത് എവിടെയാ? ജീവജല നദിയുടെ കരകളിൽ. ജീവജലത്തിൽ നിന്നുമാണ് ഇവകൾ വെള്ളം വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടും കൂടെയാണ് അക്ഷരീകതയേക്കാൾ കൂടുതൽ അതിൽ അന്തർലീനമായ ആത്മീയ അർത്ഥം ഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. സ്തോത്രം. ഇതിൻ്റെ എല്ലാ ഔഷധവീര്യങ്ങളും അല്ലെങ്കിൽ ഇതിന് ഉള്ള എല്ലാ ആരോഗ്യപരമായ സംഗതികളും ദൈവത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ ദാനം. വൃക്ഷമല്ല അവിടുത്തെ പ്രസക്തി, പകരം ഇവയുടെ ഉത്ഭവസ്ഥാനമായ, അടിസ്ഥാനമായ, ആധാരമായിരിക്കുന്ന ദൈവം തന്നെയാണ്. സ്തോത്രം. അത് തീർച്ചയായും കർത്താവ് ജയിക്കുന്നവർക്ക് അവകാശമായിട്ട് തരുമെന്ന്, പ്രതിഫലമായി നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വിലമതിക്കപ്പെടുന്ന ഒന്നായി നാം കാണുന്നു. പ്രത്യേകിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ആ ജീവവൃക്ഷം എന്നത്, ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്നത് നമുക്കേറെ പ്രിയങ്കരമായിട്ടുള്ളതാണ്. അവിടെ ഈ നിത്യതയിൽ ജീവവൃക്ഷം ഉൾപ്പെടെ നമുക്ക് വൃക്ഷങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവിടെ പോയിട്ട് ഈ പഴം തിന്നാം എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പകരം അതിലെ അർത്ഥമാണ് ആവർത്തിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് ഈ ജീവൻ നൽകുന്നു. ഈ പഴം തിന്നുന്നത് കൊണ്ടല്ല നാം അവിടെ ജീവൻ പ്രാപിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും. നിത്യജീവൻ നമുക്ക് ക്രിസ്തുവേശുവിലൂടെ നൽകപ്പെട്ടത് കൊണ്ട് നമുക്കിതിലും കൂടെ പങ്കാളിത്വം ലഭിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് തിന്നുന്നതിനാലല്ല നിത്യജീവൻ ലഭിച്ചവർക്കാണ് ഇതിൽ അവകാശമുള്ളത്. സ്തോത്രം. മനസ്സിലായല്ലോ? This fruit of tree of life is not the very reason for, foundation for, basis for our eternal life. But we get participation in it because we have eternal life. മനസ്സിലായല്ലോ? സ്തോത്രം. It is not for eternal life, but it is because we have eternal life. നിത്യജീവൻ ഉള്ളതുകൊണ്ടാണ്, നിത്യജീവൻ പ്രാപിച്ചവർക്കാണ് ഇത് ഭക്ഷിപ്പാനായിട്ട് ലഭിക്കുക. സ്തോത്രം. അതിലെ ഇലകൾ
ആരോഗ്യ കാരണമാണ് എന്നാണ്. ആ ആരോഗ്യമാർക്ക് എന്ത് എന്നുള്ളതും കൂടെ പറയുമ്പോഴേ നമുക്കതിൻ്റെ പൂർണ്ണ അർത്ഥം ഗ്രഹിക്കാൻ പറ്റൂ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അത് നമുക്ക് നാളെ ചിന്തിക്കാം. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ലഭിച്ച നിത്യജീവനായിട്ട് സ്തോത്രം. ഈ ഭൂമിയിലാകട്ടെ സ്വർഗത്തിലാകട്ടെ നിത്യജീവന് ആധാരം ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ വിശ്വാസവും കർത്താവായ യേശു ക്രിസ്തുവും മാത്രമാണ്. ഇവിടെ നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, അവിടെ ചെന്നും നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. സ്തോത്രം. ആ തികഞ്ഞ ബോധ്യത്തോടെ വിശ്വാസത്താൽ സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് നിത്യജീവനെ പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ആയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തോത്രം. ആ നിത്യജീവന്റെ പൂർണ്ണത കൈവരിക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.